ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ പ്ലാന്റ് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ വരി, ആദ്യം നമ്മൾ കുറച്ച് ഗ്ലൂ ഒരു പാത്രത്തേക്ക് എടുത്തിട്ട് ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇല എടുത്തിട്ട് ആ ഇലയുടെ മുകളിലായിട്ട് ഒരു പേപ്പർ വെക്കുക. എല്ലാവരും യൂസ് ചെയ്യൽ ടിഷ്യൂ ആണ്. എൻ്റെ അടുത്ത് ടിഷ്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ആ മിക്സ് ചെയ്തത് ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ വീണ്ടും ഒരു പേപ്പറും കൂടി വെച്ചിട്ട് ആ മിക്സ് ചെയ്തത് ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയ ശേഷം അതൊന്ന് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു ഗ്രീൻ കളറ് കൊടുക്കാം. അങ്ങനെ കളർ കൊടുക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു 5 ലീഫ് ഉണ്ടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ 5 ലീഫ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് 5 പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇതുപോലെ ചുരുട്ടിയിട്ട് ഒരു കോല് പോലെ ആക്കാം. അങ്ങനെ 5 പേപ്പറും അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഓരോ ഷേപ്പിലാക്കിയിട്ട് ചെറുതും വലുതുമൊക്കെ ആക്കിയിട്ട് ഒന്ന് ടാപ്പ് എടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ആ കോലൊക്കെ ഒന്ന് നിവർത്തി കൊടുക്കാം. നിവർത്തൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ ബ്രൗൺ എന്നാണ് അടിക്കണത്. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രൗൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ റെഡും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ബ്രൗണായി. അപ്പോൾ നമുക്ക് ആ ബ്രൗൺ ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ബ്രൗൺ അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ലീഫ് ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ ആ കോലിൻ്റെ ഒക്കെ അറ്റത്ത് ലേശം ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ആ ലീഫൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു ഫ്ലവറൊക്കെ സെറ്റ് ചെയ്യാം. ഞാനൊരു ചെറിയ ഫ്ലവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് വെക്കാനുള്ളൊരു വേസ് ഉണ്ടാക്കാം, ഫ്ലവർ വേസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരു കാർഡ്ബോർഡ് പീസ് സെറ്റ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള പെയിൻ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ നിൽക്കാത്തതുകൊണ്ട് നമുക്കൊരു തെർമാക്കോളിൻ്റെ പീസ് എടുക്കാം. എന്നിട്ട് അത് ഇതിലൊന്ന് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം നല്ലപോലെ നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലവർ. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഫസ്റ്റ് ലുക്കാണോ സെക്കൻഡ് ലുക്കാണോ നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത്. ഇനി ഞാൻ പല ഭാഗത്ത് പോയിട്ട് പല വീഡിയോസും പല ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.